എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല പുരുഷന്മാരുടെയും ഒരു വലിയ പരാതിയാണ് ദൈവം സ്ത്രീകളെ കൂടുതലായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് ആകർഷണീയതയുണ്ട്, ഒരുപാട് സൗന്ദര്യമുണ്ട് എന്നൊക്കെ. പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പുരുഷന്മാരെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അല്ല, പുരുഷന്മാർ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ ആകർഷണീയമായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. സ്ത്രീകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാർ പലപ്പോഴും ആകർഷണീയമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പുരുഷന്മാരുടെ വിരലുകളും അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൈയുടെ പുറം ഭാഗവും. അപ്പോൾ ഒരു കൈപ്പത്തിയുടെ പുറം ഭാഗം അത് വളരെ ആകർഷണീയമായിട്ട് തോന്നുന്ന ഒന്നാണ്. ഒപ്പം തന്നെ പുരുഷന്മാരുടെ കൈ വിരലുകൾ അതും വളരെയധികം സ്ത്രീകൾക്ക് ആകർഷണീയമായി തോന്നുന്ന, മനോഹരമായി തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പല പുരുഷന്മാർക്കും ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് പുരുഷന്മാർ വിചാരിക്കുന്നത്, അയ്യോ ഞങ്ങൾക്ക് യാതൊരു ആകർഷണീയതയില്ല, അല്ലെങ്കിൽ ദൈവം ഞങ്ങളോട് ക്രൂരമായി പ്രവർത്തിച്ചിരിക്കുന്നു, ഞങ്ങളെ അത്ര കാണാൻ കൊള്ളാത്തവരാക്കിയിരിക്കുന്നു എന്നൊക്കെ പുരുഷന്മാർ ചിന്തിക്കുന്നത് വെറുതെയാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നതിലും അപ്പുറത്തേക്ക് നിങ്ങളുടെ ആ കൈകൾക്ക് പോലും, അല്ലെങ്കിൽ ആ കൈ വിരലുകൾക്ക് പോലും ഒരു ആകർഷണീയതയുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പുരുഷന്മാരുടെ കണ്ണുകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾക്ക് തന്നെ നമ്മളുടെ കണ്ണിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കാനും സാധിക്കും, അതുപോലെ തന്നെ ആ ഒരു കണ്ണിൻ്റെ ആകർഷണീയത കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം ക്രൂവലായിട്ടുള്ള മനസ്സുള്ള ആളുകളുടെയൊക്കെ കണ്ണുകൾ വളരെയധികം ക്രൂവലായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ കണ്ണുകൾ നിഷ്കളങ്കമാണ്. അതുപോലെ തന്നെ ഒരുപാട് റൊമാൻസ് ഒക്കെ ഉള്ളവരുടെ കണ്ണുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ കണ്ണ് വളരെയധികം റൊമാൻറ്റിക്കാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കണ്ണ് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്കത് അട്രാക്ഷൻ കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. ചിലരൊക്കെ പുരുഷന്മാരുടെ ഒരു കണ്ണുകൾ കണ്ടിട്ട് മാത്രം അവരോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നവരുണ്ട്, ഒരുപാട് സ്നേഹം തോന്നുന്നവരുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ആകർഷണീയത ഈ പുരുഷന്മാരുടെ കണ്ണുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമായിട്ട് പുരുഷന്മാരുടെ കാഫ് മസിൽസ് വളരെയധികം അട്രാക്റ്റീവ് ആണെന്നുള്ളതാണ്. അതായത് പുരുഷന്മാരുടെ മുട്ടിന് താഴത്തേക്കുള്ള ആ ഒരു കാൽഭാഗമുണ്ടല്ലോ, അത് വളരെയധികം ആകർഷണീയമായിട്ട് തോന്നുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ പുരുഷന്മാർക്ക് പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ശരിക്കും ദൈവത്തിന് നന്ദി പറയണം. കാരണം നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളും ദൈവം വളരെ മനോഹരമായിട്ട് തന്നെ, വളരെ ആകർഷണീയമായിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ സത്യം പുരുഷന്മാർക്ക് അറിയത്തില്ലെങ്കിലും സ്ത്രീകളത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ വൈഫിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, തീർച്ചയായിട്ടും അവർ ആ ഒരു സത്യം വെളിപ്പെടുത്തുന്നതായിരിക്കും. ഇനി നാലാമായിട്ട് പുരുഷന്മാരുടെ കഴുത്തിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ വളരെയധികം അട്രാക്റ്റീവായിട്ട് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ പുരുഷന്മാരുടെ ചെവികളും അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നുന്നതാണ്. ഇതൊക്കെ സ്ത്രീകൾ ഒരു പുരുഷനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇനി അഞ്ചാമതായിട്ട് ദൈവം വളരെ അട്രാക്റ്റീവായിട്ട് പുരുഷന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാരുടെ ചുണ്ടുകൾ. അത് പുരുഷന്മാർ കരുതുന്നതിലും കൂടുതലൊരു അട്രാക്റ്റീവ്നെസ് അതിനുണ്ട്, ഒരുപാട് ആകർഷണീയത ആ ഒരു ചുണ്ടിനുണ്ട് എന്നുള്ളതാണ്. പല പുരുഷന്മാരും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള ആ മനോഹരമായ ചുണ്ടുകൾ പലപ്പോഴും പുകവലിച്ച് അത് കറ പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള കളറും ആരോഗ്യവുമൊക്കെ നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് അതൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ മാത്രമല്ല, ഇതിനും അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പുരുഷന്മാരിൽ വളരെയധികം ആകർഷണീയമായിട്ട് സ്ത്രീകൾക്ക് തോന്നുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് ആകർഷണീയമായി തോന്നുന്നു എന്നതുകൊണ്ടല്ല ഞാനിവിടെ പറഞ്ഞത്, മറിച്ച് പുരുഷന്മാരൊരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളോട് അങ്ങനെ ഒരു തിരിച്ചുവേദം കാണിച്ചു, അല്ലെങ്കിൽ ഒരു തിരിച്ചു വ്യത്യാസം കാണിച്ചു എന്ന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് പുരുഷന്മാരിൽ ദൈവം കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. നമ്മുടെ ശരീരം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കാത്ത് പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് നമുക്ക് നന്ദിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുകവലിയിലൂടെയോ മദ്യപാനത്തിലൂടെയോ ഡ്രഗ്സ് ഉപയോഗിച്ചോ ഒന്നും നമ്മുടെ മനോഹരമായിട്ടുള്ള ശരീരത്തിൻ്റെ ആ ഒരു അട്രാക്റ്റീവ്നെസ് ഒരിക്കലും കളഞ്ഞു കുളിക്കാതിരിക്കുക. അതെന്നും കാത്ത് സംരക്ഷിക്കുക. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് സുന്ദരന്മാരാകാനും സുന്ദരികളാകാനും നമുക്ക് ഇവിടെ കസ്തൂരി മഞ്ഞൾപ്പൊടി അവൈലബിൾ ആണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പുരുഷന്മാരും അത് ഉപയോഗിക്കാറുണ്ട്, സ്ത്രീകൾ മാത്രമല്ല. അവർ ഒരുപാട് നല്ല ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പുരുഷന്മാർ പോലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വേണ്ടവർ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകൂട്ടാം. നന്ദി.